ഞങ്ങളുടെ ട്രെയിൻ യാത്ര തുടരുകയാണ്. ഒരു ഭാഗത്ത് അതങ്ങനെ പർവ്വത ചെരുവ് വരെ വ്യാപിച്ചു കിടക്കുന്നു. കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെ കുറെ ദൂരം കൂടി ഓടി ട്രെയിൻ ഇപ്പോൾ ഉൾഗ്രാമങ്ങളിലേക്ക് നീണ്ടുപോകുന്ന മൺപാതകൾ. ടാർ ചെയ്ത റോഡുകൾ അപൂർവമാണ് ഇവിടങ്ങളിൽ. എന്റെ സഹയാത്രികർക്കൊന്നും പുറത്തെ കാഴ്ചകളിൽ വലിയ കൗതുകമില്ലെന്ന് തോന്നി. കൃഷിയിടങ്ങളുടെ വൈപുല്യവും ഗ്രാമങ്ങളുടെ ദാരിദ്ര്യവും ലാളിത്യവും എല്ലാം ചേരുന്നതാണ് പുറത്തെ കാഴ്ചകൾ. ചെറിയ വീടുകൾ, ഏതോ ഗ്രാമങ്ങളിലേക്ക് നീണ്ടുപോകുന്ന മൺവഴികൾ. കൃഷി തന്നെയാണ് ഈ ഗ്രാമങ്ങളിലെല്ലാമുള്ള ആളുകളുടെ ഉപജീവന മാർഗം. അടിയുലഞ്ഞു സഞ്ചരിക്കുകയായിരുന്ന യാത്രക്കാർ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഒരു ചെറിയ പട്ടണമാണ്. ദിവസേന ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തുന്ന പട്ടണം. പക്ഷേ ഇവിടെയും സ്റ്റേഷൻ പരിസരത്തും മറ്റും മൺ റോഡുകൾ തന്നെയാണ് കാണുന്നത്. ഒരു കാർഷിക പ്രദേശമാണ്. സ്റ്റേഷനിലേക്ക് വണ്ടിയെത്തി. ചെറിയൊരു കെട്ടിടമാണ് റെയിൽവേ സ്റ്റേഷൻ. അക്കാണുന്നതേയുള്ളൂ പ്ലാറ്റ്ഫോം. അവിടെയാകട്ടെ ജനം നിറഞ്ഞു നിൽക്കുകയാണ്. ട്രെയിൻ കാത്തു നിൽക്കുന്ന ടൂറിസ്റ്റുകളാണ് എല്ലാം. ഈ ദിവസങ്ങളിൽ ട്രെയിൻ സർവീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയേറെ ആളുകൾ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ബസ്സുകളിലും ടാക്സികളിലും എത്തിയവരാണവർ. ട്രെയിൻ നിശ്ചലമായി. കമ്പാർട്ട്മെന്റിലെ ജീവനക്കാരനാണ് വാതിൽ തുറന്നു തരുന്നത്. ഒരു ബട്ടൺ ഞെക്കിയും പാളിയിൽ തള്ളിയും അയാൾ വാതിൽ തുറന്നു. 2 മണിക്കൂർ നീണ്ട ട്രെയിൻ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് നടന്നു. ഇവിടെ സ്റ്റേഷന് പുറത്ത് എന്നെ കാത്ത് ഒരാൾ നിൽപ്പുണ്ടാവുമെന്ന് ടൂർ ഏജൻസി അറിയിച്ചിരുന്നു. ഗൈഡ് ഒരു ചെറു വിവരണം തന്നു. ടൂറിസം ഏരിയ, ചെറിയ റെസ്റ്റോറന്റുകൾ, എവിടെയും കാണുന്നതും ടൂറിസ്റ്റുകളെ തന്നെ. നഗരചത്വരത്തിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, വഴിയോരത്തേക്ക് കസേരകൾ ഇറക്കിയിട്ടിരിക്കുന്ന റെസ്റ്റോറന്റുകൾ. മൺവീടുകളുടെ ഒരു ഗ്രാമമാണിതെന്ന് തോന്നും. ഇവിടുത്തെ നിരത്തുകൾ പോലും കല്ലുപാകിയതാണ്, ടാർ ചെയ്തിട്ടില്ല. പൗരാണികത നിലനിർത്തുന്നതിനാവാം. താഴ്വാര സമതലത്തിലൂടെയാണ് ഇപ്പോൾ യാത്ര. പാതയ്ക്ക് സമാന്തരമായി റെയിൽ പാളങ്ങൾ, അതിനപ്പുറം നദി. നദീതീരത്തുകൂടി റെയിൽ പാളങ്ങൾ നീണ്ടുകിടക്കുന്നു. ഞങ്ങൾ ഈ പാതയിലൂടെ റെയിൽപാളത്തിന് സമീപത്തുകൂടി നീങ്ങി അവിടെ നിന്നും മല കയറി മറ്റൊരു റൂട്ടിലാവും യാത്ര. കൃഷിയിടങ്ങളാവും ഇനി കുറെ ദൂരം കാഴ്ച. സൗന്ദര്യമുള്ള ഗ്രാമങ്ങളും പട്ടണങ്ങളും ഒന്നുമല്ല.